എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിക്കർ സുനയുണ്ട്. നിക്കർ സുന ഇല്ല എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും കേൾക്കാനും കാണാനും ഒക്കെ കാത്തിരിക്കുന്നത് നിക്കർ സുനയുടെ വിശേഷങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സുനയെ വെട്ടിക്കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് യൂട്യൂബേഴ്സ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഈ പറയുന്ന നിക്കർ സുനയെ ഒരുപാട് വലിച്ചു കീറി ഒട്ടിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന ഞാനും അവരെ ഒരുപാട് വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. തൊട്ടു മുമ്പ് ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ വിമർശിച്ചിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വിമർശിച്ച വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചില സംഭവങ്ങളൊക്കെ ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, അതായത് ഇന്ന് ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്തും അതുപോലെ യൂട്യൂബ് നോക്കുന്ന സമയത്തും ഒക്കെ ചിലരുടെ വീഡിയോസ് ഒക്കെ എൻ്റെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ചില റീൽസുകൾ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇത് പറയണമെന്ന് തോന്നുന്നു. അതായത് ഈ പറയുന്ന പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, നിക്കർ സുന, മെമ്പർഷിപ്പ് ഒക്കെ തുടങ്ങിയപ്പോൾ, അതായത് സബ്സ്ക്രിപ്ഷൻ, അതെ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയും, ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്നോ അങ്ങനെ ഏതാണ്ടാണ് പറയുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങൾ തൊട്ടാണ് ഇൻസ്റ്റാഗ്രാം ശരിക്കും നോക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ആകെ എൻ്റെ തന്നെ ഒരു 3-4 വീഡിയോ മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ളൂ. കാരണം ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ല ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷെ ഇപ്പോഴാണ് ഞാനത് നോക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നിക്കർ സുനയുടെ അപ്പുറം വൾഗറായിട്ട് വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരെയും കാണാനായിട്ട് ഇടയായി. അതിൽ പേരെടുത്ത് തന്നെ പറയാം, നിമിഷ ബിജുവിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാർക്കിച്ച് വടിച്ച് തുപ്പി എറിയാനാണ് തോന്നുന്നത്, മുഖത്തേക്കായാലും വേറെ എവിടത്തേക്കായാലും. കാരണം അത്രയധികം വൾഗാരിറ്റിയോട് കൂടിയാണ് ആ ഒരു സ്ത്രീയുടെ വീഡിയോകൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന നിക്കർ സുന അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വന്നിട്ട് അവരുടെ കോഴിക്കാലും വടയും അതുപോലെ തന്നെ സ്പോഞ്ചും കാണിക്കുമ്പോൾ അവരെ എടുത്ത് വലിച്ച് കീറി ഉടുക്കുന്ന മറ്റു യൂട്യൂബേഴ്സിന് എന്താ കണ്ണിൽ കുരുവാണോ ഈ നിമിഷ ബിജു കാണിക്കുന്ന കാട്ട് വൃത്തികേടുകൾ കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാനായിട്ട്? അതേ ഇനി നിമിഷ ബിജുവിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കോഴ വാങ്ങിച്ചിട്ടാണോ മിണ്ടാണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ സംശയം. കാരണം ഇത്രയധികം വൃത്തികെട്ട രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിക്കുന്ന ആ ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു തരത്തിലും അവരെ പറ്റിയിട്ട് റിയാക്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ചെയ്തിട്ടുണ്ടാവാം, നേരത്തെയൊക്കെ പല യൂട്യൂബേഴ്സും റിയാക്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അന്ന് നിങ്ങൾ റിയാക്ട് ചെയ്തിട്ടുള്ളതിനേക്കാൾ 10 മടങ്ങ് വൃത്തികേടുകളാണ് ഇന്ന് അവരുടെ പേജിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ചിട്ടൊന്നും ഒന്നും പറയാണ്ടിരുന്നിട്ട് ഈ പറയുന്ന നിക്കർ സുന ഇന്ന് എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കോഴിക്കാല് കാണിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് സംഭവമാക്കി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ തമന്നയുടെ ആ ഒരു വയറും സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിനെതിരെ പറയുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ പറയാറുമുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരുടെ കാര്യവും പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്തെടുത്താലും എന്ത് വായ തുറന്നാലും എപ്പോഴും നിക്കർ സുനയെ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരെ പറ്റിയിട്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന നിക്കർ സുന എന്ത് ചെയ്യുന്നു? നിക്കർ സുന വട കാണിക്കുന്നു, നിക്കർ സുന ക്ലീനേജ് കാണിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് പറയുന്ന നിങ്ങൾ നിമിഷ ബിജുവിന്റെയൊക്കെ പേജ് പോയെന്ന് നോക്കാത്തത് എന്തുകൊണ്ടാണ്? അതേ ഇനി നോക്കിയിട്ട് തൈക്കളവിയല്ലേ, അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുന്നതാണോ? ഏതൊക്കെ യൂട്യൂബേഴ്സാണ്, എന്തൊക്കെയാണ് ഈ പറയുന്ന നിക്കർ സുനയെ പറ്റിയിട്ട് പറയുന്നത്? എന്തൊക്കെയാണ് ഈ പറയുന്ന നിമിഷ ബിജു പോലും എന്തൊക്കെയാണ് ഈ പറയുന്ന നിക്കർ സുനയെ പറ്റി പറഞ്ഞിട്ടുള്ളത്? അതേസമയം ഇവർ കാണിക്കുന്നത് എന്തൊക്കെ മുതുകൂത്തുകളാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ശരിക്കും അവരുടെ ആ ഒരു പേജിൽ പോയി നോക്കിയപ്പോഴുണ്ടല്ലോ, അന്തം വിട്ടുപോയി. ഇങ്ങനെയും കാണിക്കാനായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരുടെ വീട്ടിൽ ഇവർക്ക് ഭർത്താവ് കുട്ടികളൊക്കെയുള്ള സ്ത്രീയാണ്. എന്നിട്ടും ഇത്രയും പ്രായമായിട്ട് പോലും ഒരു ഉളുപ്പും ഇല്ലാണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുക എന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കറിയില്ല. നാണം കെട്ടാ വയറ്റിന് കൊള്ളാം എന്നല്ലേ പറയുന്നത്. അത് പണ്ടുള്ളൊരു ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഇവരെയൊക്കെ പോലുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം. നാണം കെട്ടവന്റെ മുതുകത്ത് ഒരു ആല് കുരുത്താല് അതും ഒരു തണലാണെന്ന് കരുതും എന്നൊക്കെ നമ്മുടെ വല്യമ്മമാരൊക്കെ പണ്ടുകാലത്ത് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും പോലുള്ളയൊക്കെ ആളുകൾ ഭാവിയിൽ ഉണ്ടാവും അന്ന് കരുതിയിട്ടായിരിക്കാം പണ്ട് കാലത്തെ ഈ ഒരു പഴഞ്ചൊല്ലുകളൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചിരുന്നത് എന്നാണ് എനിക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് തോന്നുന്നത്. എന്താണെങ്കിലും വളരെ മോശമായി പോയി. ഈ പറയുന്ന പുള്ളിക്കാരത്തിയെ പറ്റിയിട്ടൊക്കെ കൂടുതലും ആളുകളും ഒന്നും പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഒരു പക്ഷേ ഇവരുടെയൊക്കെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും വളരെ മോശം തന്നെയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ എന്നെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, ആരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല.
കണ്ട കാര്യം കണ്ടു എന്ന് പറയുന്നതാണ് എൻ്റെ ശീലം. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നതും. ഈ പറയുന്ന നിക്കർ സുനയുടെ പിന്നാലെ എല്ലും കഷ്ണം കടിച്ചു പറിക്കാനായിട്ട് പോകുന്ന വേട്ടപ്പട്ടികളെ പോലെ കുറേ പേരിങ്ങനെ ഓടുന്നത് എപ്പോഴും കാണാറുണ്ട്. ഈ പറയുന്ന ഞാനും ആ കൂട്ടത്തിൽ പെടുന്നതല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നൊന്നും പറയുന്നില്ല. കാരണം ഈ പറയുന്ന സുനയെ പറ്റിയിട്ട് 2 വാക്ക് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ഹാഷ്ടാഗ് ഇട്ട് കഴിയുമ്പോൾ നല്ല രീതിയിൽ വ്യൂസ് വരാറുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ ചാനലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് താഴേക്ക് പോയൊരു സമയം ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ട്. ഇപ്പോഴൊക്കെ അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാനൊന്നും ആരുമില്ല. ഈ പറയുന്ന സുനയെ പറ്റിയിട്ട് 2 വാക്ക് പറഞ്ഞാൽ അത് തെറി പറഞ്ഞാലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും കാണാൻ ആളുണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഈ ഒരു സ്ത്രീയെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു സ്ത്രീയുടെയൊക്കെ വീഡിയോയും മറ്റു പല സ്ത്രീകളുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ഇവരെ അത്രയധികം വിമർശിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വിമർശിക്കുന്നവരുണ്ടെങ്കിൽ ഇവരെയും വിമർശിക്കണം. അവരെ വിമർശിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകളെയും വിമർശിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കൂട്ടം ആളുകളെ സേഫാക്കി വെച്ചിട്ട് അവർ കാണിക്കുന്ന പോക്കൃത്തരങ്ങൾക്കൊന്നും ഒരു വാക്ക് പോലും മിണ്ടാതിരുന്നിട്ട് ഒരു കൂട്ടം ആളുകൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നിമിഷ ബിജുവിനെ പോലുള്ളവർ കാണിക്കുന്ന പോക്കണം കേടുകൾക്കെതിരെ കണ്ണടച്ച് പിടിച്ച് ഇരുന്നിട്ട് ഇതുപോലെ നിക്കർ സുന എന്ത് ചെയ്യുന്നു എന്ന് നോക്കി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് എന്ന് പറയാനായിട്ടുള്ളൂ. നിക്കർ സുന കാണിക്കുന്നതെല്ലാം നല്ല പ്രവൃത്തിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല. കാരണം ഒന്നാമതായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ അണ്ണാക്ക് തുറന്നാൽ എന്താണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ ഒരു പിടുത്തവുമില്ല. വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ അങ്ങ് പറയും. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മദ്യത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ അവർ ചെയ്ത വീഡിയോകളും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് കന്നം പുളക്ക ഒരെണ്ണം കൊടുക്കാൻ ഈ പറയുന്ന തങ്കച്ചന് കൈക്ക് ബലമില്ലാഞ്ഞിട്ടാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു സമൂഹം മുഴുവനും വഴിതെറ്റി പോകുന്നതാണ് ഈ ഒരു മദ്യം എന്ന് പറയുന്ന ആ ഒരു ശീലം. മദ്യപാനത്തിലൂടെ നഷ്ടപ്പെട്ട കുടുംബങ്ങളാണെങ്കിൽ ഒരുപാടുണ്ട്. എത്രയോ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു. എത്രയോ കുടുംബത്തിലുള്ള ആളുകൾ അനാഥരായി പോയത് പോലും കുടുംബനാഥന്റെ കുടിമൂലവും ബഹളം കുടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഉണ്ടാണ്. ഈ പറയുന്ന നിക്കർ സുനയ്ക്ക് മദ്യപിക്കുന്നത് പ്രശ്നമില്ലായിരിക്കും. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവര് മദ്യപിക്കുന്ന ഒരു ആളാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ കഴിക്കുന്ന മദ്യത്തിന്റെ ബ്രാൻഡ് വരെ ഒരു ഉളുപ്പുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ കെട്ടിയവനായിട്ടുള്ള സുധി നന്നായിട്ട് കുടിക്കുന്ന ആളാണ്. പിന്നെ തങ്കമ്മയൊക്കെ കുടിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന സുധിയുടെ മകനും മദ്യപിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് കുടിക്കുന്നത് ഒരു പ്രശ്നമില്ലായിരിക്കാം. അവർ തന്നെ പറഞ്ഞില്ലേ മാജിക് മൊമെന്റ് ആണ് അവർക്ക് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം എന്ന്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല എന്ന് കരുതിയിട്ട് നാളെ ഇവരുടെ മകൻ ഇതുപോലെ ഒരു കുപ്പിയും കൈ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവര് എങ്ങനെ പ്രതികരിക്കില്ലേ എന്നൊന്നും നമുക്കറിയില്ല. അവർക്ക് ആ കുഞ്ഞിനെ പോലും നോക്കാൻ സമയമില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പറയണം എന്ന് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഓവറായിട്ട് നേരത്തെയൊക്കെ രേണുസുധിയുടെ വേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും തോന്നുന്നുണ്ട് ഇവരെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ മോശമായിട്ട് തോന്നുന്നുണ്ട്. ഇവരുടെ പ്രവൃത്തികളും ഇവരുടെ ആരെ കണ്ടാലും എന്താണ് പയറും പാവലും പടന്ന് പന്തലിച്ച് വന്നിങ്ങനെ ഒരു താങ്ങ് കിട്ടിയാൽ കയറി പോകുന്ന കണക്കുള്ള ഇവരുടെ സ്വഭാവങ്ങളും രീതികളും ഒക്കെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കരുതിയിട്ട് ഈ പറയുന്ന നിമിഷ ബിജു ഒക്കെ കാണിക്കുന്ന കാടത്തരങ്ങളൊക്കെ കണ്ടിട്ട് കണ്ണടച്ച് പിടിച്ച് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്ളോഗർമാര് ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഇവരെ പറ്റിയിട്ട് പറഞ്ഞ് സംസാരിക്കുന്നു. നമ്മൾ ഇവരെ പറ്റി കുറ്റം പറയുന്നു. നമ്മൾ ഈ പറയുന്ന രണ സുന എന്ന് പറയുന്ന രേണു സുധിയെ നിരന്തരം അപമാനിച്ച് വീഡിയോ ചെയ്യുന്നു. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു പാവം അച്ഛനോട് കാണിച്ചിട്ടുള്ള ആ ഒരു പിതാവിന്റെ വസ്തുവിന്മേൽ കിടന്നിട്ട് അവിടെ കിടന്ന് കാണിച്ചിട്ടുള്ള അഹങ്കാരത്തിനെയൊക്കെ നമ്മൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനെയൊക്കെ നഖശികാന്തം എതിർക്കുക തന്നെയാണ്. അപ്പോഴെല്ലാം നമ്മൾ ഫാദറിന് സപ്പോർട്ട് കൊടുത്ത് തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിറോസ് വെച്ചു കൊടുത്ത ആ ഒരു വീടിന്റെ കാര്യത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വീടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിറോസിന്റെ ഭാഗത്ത് നിന്ന് നല്ല തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു വീട് ശരിക്കും വച്ചു കൊടുത്തതിൽ നല്ല അപാകത സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അതിനെ കുറ്റം പറഞ്ഞിട്ട് നാണവും മാനവും ഇല്ലാതെ കുടുംബസഹിതം ചട്ടിയടിച്ചുകൊണ്ട് അവിടെ കിടക്കുന്നത് മോശമായി പോയി എന്നും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് കണ്ടാലേ നെഗറ്റീവ് എന്ന് പറയും, പോസിറ്റീവ് കണ്ടാലേ പോസിറ്റീവ് എന്ന് പറയും. പക്ഷെ ഇവിടെ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ചെയ്യുന്നത് ഈ ഒരു സ്ത്രീ എന്ത് ചെയ്താലും അതിനെ മുഴുവനും നെഗറ്റീവ് ആക്കി വെച്ചിട്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ശരിക്കും ഇന്ന് ഈ ഒരു നിമിഷ ബിജു എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പേജിൽ അവരുടെ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനെതിരെ 2 പറയണമെന്ന് തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കണ്ടിട്ട് വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു പിടിച്ചിരുന്ന വീഡിയോ ചെയ്യുന്ന പല യൂട്യൂബർമാരും ഇതിനെതിരെ ഒന്നും മിണ്ടുന്നില്ല.
ഈ ഒരു നിമിഷ ബിജു ഒക്കെ സമൂഹത്തെ പോലും നശിപ്പിക്കുന്ന തരത്തിൽ കാണിക്കുന്ന പേക്കൂത്തുകൾക്കെതിരെ ഒരക്ഷരം പോലും പ്രതികരിക്കുന്നില്ല. എന്നിട്ട് ഈ പറയുന്ന നിക്കർസുനെ എന്ത് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് നിക്കർസുനയുടെ നിക്കർ നോക്കിക്കൊണ്ടിരുന്നാൽ അത് ഒരു നല്ല പ്രവണതയല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇതിനെതിരെ 2 വാക്ക് സംസാരിക്കാനായിട്ട് വന്നത്. ഇനി നിക്കർസുനയുടെ പിന്നാലെ പോയി അവരെ ആക്രമിക്കുന്നത് കണക്ക് നിങ്ങളെല്ലാം കൂടി എൻ്റെ പിന്നാലെ വന്ന് എന്നെ ആക്രമിക്കാനായിട്ട് നിൽക്കേണ്ട. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞേ മതിയാക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത്. നിക്കർസുനെ മോശം പ്രവൃത്തി കാണിക്കുമ്പോൾ അത് മോശം എന്ന് തന്നെ പറയും, നല്ലത് കാണിച്ചാലും നല്ലതെന്ന് പറയും. അത് ഈ നിക്കർസുനെ അല്ല, ആരായാലും. എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.